നമസ്കാരം. ചങ്ങനാശ്ശേരി ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ മാസം 18-ാം തീയതി ഫ്രാൻസിൽ വെച്ച് ഒരു മത്സരം നടന്നു. 24 മണിക്കൂർ കണ്ടിന്യൂസ് ഓട്ടമാണ്. അൾട്രാ മാരത്തണിന്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ്. അത് 2 വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്. 47 രാജ്യങ്ങളിൽ നിന്നായി 360 മത്സരാർത്ഥികൾ പങ്കെടുത്തു. ഇന്ത്യയിൽ നിന്നും ചിലരൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിരുന്നു. അവിടെ നടന്ന മത്സരഫലം പ്രഖ്യാപിച്ചപ്പോൾ പക്ഷേ ആദ്യത്തെ 10 വിജയികളിൽ ഒരാൾ ഇന്ത്യക്കാരനായിരുന്നു. അതും ഒരു മലയാളി. തീർന്നില്ല, സർവോപരി നമ്മുടെ ചങ്ങനാശ്ശേരിക്കാരൻ. അദ്ദേഹത്തിന്റെ പേര് ജിനോ ആന്റണി എന്നാണ്. ഈ പൊസിഷനിൽ ഒരു ഇന്ത്യക്കാരൻ ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. മുൻനിര മാധ്യമങ്ങളിലൊന്നും അദ്ദേഹത്തെക്കുറിച്ച് ഒന്നും ഞാൻ കണ്ടില്ല. ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, വിവാദങ്ങളുടെ പുറകെ ഓടാൻ എനിക്ക് ഒട്ടും നേരമില്ല, ഇനി എനിക്ക് ഒട്ടേറെ ദൂരം ഓടിയെത്താനുണ്ട് എന്നാണ്. സ്കൂൾ കോളേജ് കായിക മേളകളിലൊക്കെ 100 മീറ്റർ 200 മീറ്റർ ഒക്കെ ഓടി വിജയിക്കുന്നവരുടെ തലതൊട്ട് പാദം വരെയുള്ള ചിത്രങ്ങൾ വലിയ പ്രാധാന്യത്തോടെ അച്ചടിച്ച് മാധ്യമങ്ങളിൽ വരുമ്പോൾ ഇതാ ഒരു ലോക റെക്കോർഡ് നേടിയ വ്യക്തി വളരെ എളിമയോടെ ശാന്തതയോടെ ചങ്ങനാശ്ശേരി ടി വിയുടെ ഫ്ലോറിൽ ഇന്ന് നമുക്ക് അതിഥിയായിട്ടുണ്ട്. ഈ ചങ്ങനാശ്ശേരിക്കാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട്. ഈ ജിനോ ആന്റണി ആരാണെന്നോ? ചങ്ങനാശ്ശേരി മാർക്കറ്റില് ദീർഘവർഷങ്ങളായി ശർക്കര വ്യാപാരം നടത്തിയിരുന്ന കൂട്ടുമേൽ ജോസഫ് എന്ന അപ്പച്ചന്റെ കൊച്ചുമകനാണ് ഇദ്ദേഹം. ജിനോയുടെ പിതാവ് ആന്റിച്ചനെയും നിങ്ങൾക്ക് ചിലർക്കൊക്കെ അറിയാം. തിരുവനന്തപുരം ISROയിലാണ് അദ്ദേഹം ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ജിനോയുടെ പിതാവിന്റെ സഹോദരൻ ജിം ജോസഫ് കൂട്ടുമേലിനെയും നിങ്ങൾക്ക് പലർക്കും പരിചയമുണ്ടായിരിക്കും. ജിനോ ആന്റണിയുടെ മാരത്തൺ മത്സര വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ചങ്ങനാശ്ശേരി ടി വിക്ക് വേണ്ടി അൾട്രാ മാരത്തൺ റണ്ണർ ജിനോ ആന്റണിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ജിനോ ആന്റണി, മലയാളി അൾട്രാ റണ്ണർ, അങ്ങനെയല്ലേ വിശേഷിപ്പിക്കാൻ പറ്റുന്നത്? ഓക്കെ. ചങ്ങനാശ്ശേരിക്കാരൻ, ഇപ്പോൾ തിരുവനന്തപുരത്ത് വീടുണ്ട്, ജോലി ചെയ്യുന്നത് ഭോപ്പാലിലാണല്ലേ? അതെ. എന്താണ് ജോലി, എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ, വിശേഷങ്ങൾ? ഞാൻ ആർമിയിലാണ്. ആർമിയാണ്? ഓക്കെ. ഇപ്പം 14 വർഷം കഴിഞ്ഞു. 15th റണ്ണിങ് ആണ്. ഇപ്പം ഞാൻ പോസ്റ്റിംഗ് 3 സെന്റർ ഭോപ്പാൽ. ഈ സ്കൂളിലും കോളേജിലും ഒക്കെ മത്സരങ്ങളൊക്കെ നടക്കുമ്പം 100 മീറ്ററിനും 50 മീറ്ററിനും 200 മീറ്ററിനും ഒക്കെ പങ്കെടുത്ത് വളരെ ദയനീയമായി പരാജയപ്പെട്ടിട്ടൊക്കെ ഉണ്ട് ഞാൻ. കാരണം നമുക്ക് പറഞ്ഞിരിക്കുന്ന പണിയൊന്നും അല്ലായിരുന്നത്. അപ്പോൾ എനിക്ക് ഹ്രസ്വദൂര ഓട്ടങ്ങളെ കുറിച്ചൊക്കെ വളരെ നല്ല ധാരണയുണ്ട്. പക്ഷേ നിങ്ങളൊക്കെ ഈ ഓടുന്ന ഈ അൾട്രാ മാരത്തൺ ഓട്ടം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ പിടിയില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ പലർക്കും ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയുണ്ടാവില്ല. ഓട്ടമത്സരം എന്നതിന് ഉപരിയായിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സാങ്കേതിക വശങ്ങളെക്കുറിച്ചൊന്നും അറിയാൻ കഴിയില്ല. അപ്പോൾ ഇതേ സംബന്ധിച്ച് കൂടുതലായിട്ട് അറിവ് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് വ്യക്തമാക്കാവോ? ഈ സാധാരണ നടക്കുന്ന ഓട്ടമത്സരവും ഈ ജിനോ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ അൾട്രാ മാരത്തൺ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഓട്ടങ്ങളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്നൊന്ന് പറഞ്ഞു തരാമോ? ഇപ്പം മാരത്തോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഇപ്പം അറിയാം നടക്കുന്ന കേസ്. അത് ഫുൾ മാരത്തോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 42 കിലോമീറ്റർ. 42 കിലോമീറ്റർ ഫുൾ മാരത്തോൺ. അതാണ് ഫുൾ മാരത്തോൺ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഹാഫ് മാരത്തോൺ എന്ന് പറയും. അത് 21.1. അതാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് 42.2 മേളിൽ ഏത് ഡിസ്റ്റൻസ് ആയാലും അത് അൾട്രാ മാരത്തോണിൽ വരും. 42-ന് ഉപരിയായിട്ട് വരുന്ന ഏത് ദൂരത്തിലുള്ള മത്സരവും അൾട്രാ മാരത്തൺ എന്ന് വിശേഷിപ്പിക്കും. അപ്പൊ ഇപ്പൊ ഫ്രാൻസിൽ നടന്നതോ? അത് 24 മണിക്കൂർ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആയിരുന്നു. വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്. ഓക്കെ, വണ്ടർഫുൾ. ഓക്കെ, ഈ മാരത്തൺ എന്ന് പറയുന്ന ഈ റൂട്ട് തിരഞ്ഞെടുക്കാൻ ജിനോയ്ക്കുണ്ടായ കാരണം എന്താണ്? ആരാണ് ഗുരുവൊക്കെ? ഒന്നാമത്തെ കാര്യം, ഞാൻ ജനിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു സ്പോർട്സ് എൻ്റെ ബ്ലഡിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അച്ഛനും അമ്മയും ഓൾറെഡി സ്പോർട്സിൽ ഉണ്ടായിരുന്നവരായതുകൊണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ജിനോയുടെ ഫാദറിനെ എനിക്കറിയാം, ആന്റിച്ചൻ. ചങ്ങനാശ്ശേരിയില് ടേബിൾ ടെന്നീസ് ആദ്യമായിട്ട് കളിച്ചു കാണുന്നത് ഞാൻ ആന്റിച്ചനിലൂടെയാണ്. അപ്പൊ ആന്റിച്ചന്റെ മകൻ എന്നുള്ള നിലയിൽ ഒരു സ്പോർട്സ്മാൻ ആകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ലായിരുന്നു. എങ്കിലും ഈ കാര്യത്തിലുള്ള പ്രോത്സാഹനമൊക്കെ എങ്ങനെയായിരുന്നു? അവരെപ്പോഴും സപ്പോർട്ട് തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ചെറുതിലെ ഓട്ടം എനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു, ക്രേസ് ആയിരുന്നു. പക്ഷെ അത് എനിക്ക് നല്ലോണം ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എല്ലായിടത്തും ഞാൻ ഫെയിൽ ആവുമായിരുന്നു, തോക്കുമായിരുന്നു. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് വരെ ഞാൻ എല്ലാ സ്ഥലത്തും തോൽവിയായിരുന്നു. 800 ആയാലും 1500 മീറ്റർ ആയാലും എല്ലാത്തിനും തോൽവിയായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പയ്യെ പിക്കപ്പ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അങ്ങനെ 1500 മീറ്റർ വെച്ച് ആദ്യം സ്റ്റാർട്ട് ചെയ്തു. അപ്പം അത് ഞാൻ CBSE ലെവലിൽ പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അന്ന് 11th പഠിക്കുമ്പം സ്ട്രേറ്റ് റെക്കോർഡൊക്കെ ഉണ്ടായിരുന്നു. സ്ട്രേറ്റ് റെക്കോർഡ്. അപ്പം അതൊക്കെ അതൊരു മോട്ടിവേഷൻ ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് സ്കൂളിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇടയ്ക്ക് കോട്ടയം മിനി മാരത്തോൺ എന്ന് പറഞ്ഞ് ഓട്ടം നടക്കാറുണ്ടായിരുന്നു പണ്ട്. 2008 മുമ്പില്. അന്ന് ഞാൻ ഓടാൻ വരുമ്പോഴൊക്കെ എന്നെ ഓട്ടത്തിന് കൊണ്ടുപോയത് തന്നെ പപ്പയുടെ അനിയന് ജിം ചാച്ചൻ. അന്ന് എന്നെ കൊണ്ടുപോയിട്ട്
അത് എനിക്ക് തോന്നുന്നു 12 കിലോമീറ്റർ എന്തോ ആയിരുന്നു തോന്നുന്നു. അപ്പോൾ അതിലെനിക്ക് തേർഡൊക്കെ ആയിരുന്നു. അത് ഭയങ്കര, അത് ക്യാഷ് പ്രൈസ് ആ സമയത്തൊക്കെ ക്യാഷ് പ്രൈസ് 3000-4000 അങ്ങോട്ട് വലിയ കാര്യം തന്നെ. അതേപോലെ തന്നെ ഞാൻ കൊച്ചിയിൽ പോകുമ്പോൾ ഇതേപോലെ രാത്രി സ്കൂൾ കഴിഞ്ഞിട്ട് അമൃത എക്സ്പ്രസ് രാത്രി 10:30 അങ്ങനത്തെ ട്രെയിൻ ഉണ്ടായിരുന്നു. എന്നിട്ട് രാവിലെ എറണാകുളത്തെത്തും, എന്നിട്ട് അവിടെ നിന്ന് ഓടും. പക്ഷെ അന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ഏതാ ഡിസ്റ്റൻസ് ചെയ്തതെന്ന്. എന്നിട്ട് അത് ഫിനിഷ് ചെയ്തിട്ട് തിരിച്ചു വരും. അപ്പോഴേ ഉണ്ടായിരുന്നു സംഭവം, പക്ഷെ ഞാനത് മനസ്സിലാക്കിയത് ലേറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പട്ടാളത്തിൽ കയറി. അത് കഴിഞ്ഞ് നീണ്ട ഒരു 8 വർഷം ഞാൻ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഓട്ടമൊക്കെ നിർത്തി ആർമിയുടെ ആക്ടിവിറ്റീസ് ആയിട്ട് ഞാൻ അതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാണ് എൻ്റെ ഒരു സീനിയർ ഉണ്ടായിരുന്നു. അപ്പം ആളിങ്ങനെ ഓൾറെഡി ഓടുന്നതും സൈക്ലിസ്റ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ആളിങ്ങനെ ഓടാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്കും ഓടാൻ വരണം. ആൾ പറഞ്ഞു കുഴപ്പമില്ല, ഈ പ്രാവശ്യം ഓൾറെഡി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞു, അടുത്ത വർഷം തന്നെ നിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ആദ്യം ഞാൻ ചെയ്തത് 21 ആയിരുന്നു. അത് കഴിഞ്ഞ് 42 ചെയ്യണമെന്ന് തോന്നി. അത് കഴിഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഡിസ്റ്റൻസിനോട് എനിക്ക് ഭയങ്കര താല്പര്യം. അപ്പം ഒരെണ്ണം കഴിഞ്ഞപ്പോൾ അടുത്തയിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പം ഞാൻ നേരെ 70 കിലോമീറ്റർ ഒരു ട്രെയിൽ റണ്ണിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോയി ചെയ്തു. പക്ഷെ അത് ഞാൻ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊരു കാട്ടിൽ നടക്കുന്ന മൗണ്ടൻ ഇതിൽ നടക്കുന്ന അതിൽ ഞാൻ റൂട്ടൊക്കെ തെറ്റിപ്പോയി. അപ്പം അങ്ങനെ അതിൻ്റെ ക്രേസിൽ വാശി പറ്റത്തില്ല എന്ന് പറഞ്ഞ രീതിയിൽ പിന്നെ അടുത്ത 100 കിലോമീറ്റർ ഞാൻ ചെയ്യാൻ പോയി. അപ്പം അങ്ങനെയാണ് ശരിക്കും ഞാൻ ഈ ഡിസ്റ്റൻസിലോട്ട് വരുന്നത്. അങ്ങനെ ഓടി ഫ്രാൻസിൽ വരെ എത്തിയിരിക്കുകയാണ്. ഫ്രാൻസിലെ അൾട്രാ മാരത്തോണിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്നും പലരും ഉണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടു. എത്ര പേർ മൊത്തത്തിൽ ആ മത്സരത്തിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു പാർട്ടിസിപ്പൻസ്? ഇന്ത്യയിൽ നിന്ന് 6 പേരായിരുന്നു. അത് 2 പേര് എയർഫോഴ്സും 2 പേര് ആർമിയുടെ, ഒരു കാനറ ബാങ്കിന്റെ സീനിയർ മാനേജറാണ്, പിന്നെ ഒരു ബാംഗ്ലൂരുള്ള ഒരു IT പ്രൊഫഷണൽ. അപ്പം ഇവിടുന്ന് 6 ആണുങ്ങളും 6 പെണ്ണുങ്ങളുമായിരുന്നു. എന്നിട്ട് അവിടെ ചെന്നപ്പം അവിടെ 24 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ 47 കൺട്രീസിൽ നിന്ന് ഏകദേശം 360 റണ്ണേഴ്സ് ഉണ്ടായിരുന്നു. 360 പേരിൽ നിന്ന് ഓടിയാണ് നമ്മൾ 10ാമത് സ്ഥാനത്തെത്തിയിരിക്കുന്നത്. ഓക്കെ, അത് വലിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇതിനു മുമ്പ് ഈ ഫ്രാൻസിലെ മത്സരത്തിൽ ലഭിച്ച ഈ പുരസ്കാരത്തിന് മുമ്പ് ഏതെങ്കിലും രാജ്യാന്തര തലത്തിലുള്ള അവാർഡുകൾ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടായിരുന്നു. 2022 ഞാൻ 24 മണിക്കൂർ ഏഷ്യ ഓഷ്യാന ചാമ്പ്യൻഷിപ്പിൽ 238 കിലോമീറ്റർ ചെയ്തിട്ട് എനിക്ക് തേർഡ് വന്നിട്ടുണ്ടായിരുന്നു. ഇൻഡിവിജ്വൽ മെഡൽ. ടീം മെഡൽ ഫസ്റ്റ് ആയിരുന്നു. അത് ഇൻഡിവിജ്വലായിട്ട് 3ാം സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ 24 മണിക്കൂർ ഓട്ടം എന്നൊക്കെ പറയുമ്പം വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത്? ഇനി ഇടയ്ക്ക് നിർത്തി റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ തരുമോ? എങ്ങനെയാണ് ഇതിൻ്റെ സാങ്കേതിക വശം ഒന്ന് പറയാമോ? 24 മണിക്കൂർ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇന്ത്യയുടെ റേസ് നടക്കുമ്പോൾ, ക്വാളിഫിക്കേഷൻ റേസ് നടക്കുമ്പോൾ അതിൽ നമുക്ക് 24 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് റെസ്റ്റിംഗ് പീരീഡ് തരുന്നുണ്ട്. 24-നിടയിൽ 2 മണിക്കൂർ എന്ന് വെച്ചാൽ ഗ്രൗണ്ടിന്റെ പുറത്ത് നമുക്ക് നിൽക്കാം. പക്ഷെ അത് ആസ് എ പ്രൊഫഷണൽ റണ്ണർ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ റെസ്റ്റ് എടുക്കാൻ പറ്റത്തില്ല. കാരണം നമ്മളുടെ എയിം എന്ന് പറഞ്ഞാൽ ആദ്യം ക്വാളിഫിക്കേഷൻ ചെയ്യാന്നാണ്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യയിൽ ക്വാളിഫിക്കേഷൻ ചെയ്യണമെങ്കിൽ അത് 225 കിലോമീറ്റർ ക്രൈറ്റീരിയ വെച്ചേക്കുന്നത്. അപ്പം അങ്ങനെ ക്വാളിഫൈ ചെയ്യണം എന്നുള്ള എയിമിൽ നമ്മൾ ചെയ്യുമ്പോൾ ഈ റെസ്റ്റിങ്ങിന്റെ കാര്യം നമ്മൾ നോക്കാറില്ല. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഓടുക എന്നാണ് 24 മണിക്കൂർ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് കേട്ടിട്ട് തന്നെ ചങ്കിടിക്കുന്നുണ്ട് ജിനോ. നമ്മുടെ പ്രേക്ഷകരിൽ പലർക്കും അവസ്ഥ ഇത് തന്നെയായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ്. ഞാൻ ഓർക്കുന്നു 5 മിനിറ്റ് തികച്ച് ഓടാൻ എനിക്ക് കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വളരെ സംശയമുണ്ട്. ഈ മാരത്തോണൊക്കെ ഓടുമ്പോൾ നമ്മുടെ ചങ്കിടിപ്പ് കൂടുമല്ലോ അല്ലേ? ഇത് കേട്ടിട്ട് തന്നെ എൻ്റെ ചങ്കിടിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഓട്ട സമയത്ത് ജീനോയുടെ ഹാർട്ട് റേറ്റ് അത് പരിശോധിക്കാറുണ്ടോ? എത്രയായിരിക്കും ഓടുമ്പോൾ ഉണ്ടാവുക? എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അത് ഞാൻ ഫ്രണ്ട്സ് വഴി കൂടെ ഓടുന്നവർ പറഞ്ഞാൽ ഞാൻ അറിയുന്നത്. എനിക്കൊന്ന് കൂട്ടത്തിൽ ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ HR കുറഞ്ഞ് ഇരിക്കുന്നത് എൻ്റെ തന്നെയാണ്. അവരിടയ്ക്ക് ഡൗട്ട് വരെ അടിക്കാറുണ്ട്, എടാ നിന്റെ ഇത്ര ആവാൻ ചാൻസ് ഇല്ല. പക്ഷെ അത് എൻ്റെതായത് ഞാൻ ഒരു 5 വർഷത്തെ പ്രയത്നം കൊണ്ടാണ്. കാരണം അതേപോലെ ഞാൻ ട്രെയിനിങ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ HR ഒക്കെ കുറവായി നിൽക്കുന്നത്. കേട്ടിട്ട് എൻ്റെ ഹാർട്ട് റേറ്റ് കൂടുന്നു, പക്ഷെ ഓടുമ്പോൾ ജീനോയ്ക്ക് ഹാർട്ട് റേറ്റ് നോർമലാണ് കൂട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ ഈ വല്ല എക്യുപ്മെന്റ്സ് ഒക്കെ ഉപയോഗിച്ച് പരിശോധിച്ച് നോക്കിയോ? നോക്കിയായിരുന്നു അല്ലേ? അപ്പൊ ഈ 24 മണിക്കൂർ ഒരേ സ്പീഡിലാണോ ഓടുന്നത്, അതോ ഈ നിയമപ്രകാരം ബ്രേക്ക് എടുക്കാറുണ്ടോ? ഓരോരുത്തർക്കും ഓരോ ടാർഗറ്റാണ്. ഇപ്പം ഞാനിപ്പോൾ ഈ 24 മണിക്കൂർ ചാമ്പ്യൻഷിപ്പിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 275 ചെയ്യണമെന്നായിരുന്നു. കാരണം അത് ഉണ്ടായിരുന്നു, ആ ടാർഗറ്റ് നമുക്ക് എടുക്കായിരുന്നു.
പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അപ്പം അത് അന്നത്തെ കാലാവസ്ഥയെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഒന്നാം കാര്യം വേറെ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല. അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കാരണമാണ്. അപ്പം ഏകദേശം ഞാൻ 1 മണിക്കൂറിൽ 11 കിലോമീറ്ററാണ് ഞാൻ ചെയ്തത്. 1 മണിക്കൂർ കൊണ്ട് 11 കിലോമീറ്റർ ഓടിയെത്തി. അതെ, എന്നുവെച്ചാൽ ഒരു ദിവസത്തിൽ 6 മാരത്തോണിനേക്കാളും കൂടുതൽ. ഓക്കെ, ഞാനൊരു കാര്യം പറയാം. എനിക്കൊരു സ്നേഹിതനുണ്ട്. അദ്ദേഹം കണ്ണൂരാണ് താമസിക്കുന്നത്. ഒരു റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനാണ്. മാരത്തൺ ഹരമാണ് അദ്ദേഹത്തിന്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ വിളിച്ചപ്പോൾ അദ്ദേഹം വിയറ്റ്നാമിലുള്ള ഒരു മാരത്തണിൽ പങ്കെടുത്തിട്ട് മടക്കയാത്രയിലാണ്, നാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് ഈ മാരത്തണിൻ്റെ ഗൗരവം എന്താണെന്നുള്ളത് മനസ്സിലായത്. ശ്രമം ശരീരത്തിൻ്റെ ഭാഗത്തുനിന്ന് മനസ്സിൻ്റെ ഭാഗത്തുനിന്ന് ആവശ്യമുള്ള ഒരു സംഭവമാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ മരിയ ജോസ് കണ്ണൂരുകാരനാണ്. അദ്ദേഹമാണ് എന്നോട് അത് പറഞ്ഞത്. അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് മാരത്തണിനെ കുറിച്ചുള്ള ആ ഒരു അവയർനെസ് കിട്ടിയത്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് മാരത്തൺ ഒരു നിസ്സാര കളിയല്ല എന്നുള്ളത്. ജിനോയ്ക്ക് എന്ത് തോന്നുന്നു? നിസ്സാരകാരി അല്ല. ഫിറ്റ്നസ് എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ മെന്റലി നമ്മൾ ഇതിൽ സ്ട്രോങ് ആവണം. കാരണം 24 മണിക്കൂർ ഞാൻ ഓടുമ്പോഴൊക്കെ എന്താ പറയുക, പെയിൻ എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ടുണ്ടാവും. അതൊരു ഏകദേശം ചില സമയത്തൊക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ കഴിഞ്ഞ് തന്നെ നമുക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പം വയറിളക്കം ഉണ്ടാവും. പിന്നെ ഹാലുസിനേഷൻ, രാത്രിയൊക്കെ ഉറങ്ങാതെ നിൽക്കുമ്പോൾ അതിൻ്റെ ഉള്ള ഹാലുസിനേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓവർകം ചെയ്യാൻ പഠിക്കണം. എന്നാലേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് നിസ്സാര കാര്യമല്ല, ഒരു ബിയോണ്ട് ലിമിറ്റാണ് ഈ സാധനം. അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, ഈ മത്സരത്തിനിടയിൽ ചില ഹൈഡ്രേഷൻ പോയിന്റുകൾ സജ്ജീകരിക്കാറുണ്ടെന്ന്. അതായത് നമ്മൾ തളർന്നു വരുമ്പോഴേക്കും നമുക്ക് വെള്ളമോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സോ ഒക്കെ കിട്ടാനുള്ള സ്ഥലങ്ങളുണ്ടാവുമെന്ന് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഈ ഫ്രാൻസിലെ പരിപാടിയിൽ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ക്രമീകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കുമല്ലോ, ഒന്ന് പറയാമോ? നമ്മൾ ഓൾറെഡി ട്രെയിനിങ് ചെയ്യുന്നത് എന്താണ്, അവിടുത്തെ റൂട്ട് സിസ്റ്റം എങ്ങനെയാണ്, എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ട്രെയിനിങ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ 1.5 കിലോമീറ്ററിൻ്റെ ലൂപ്പിലായിരുന്നു ആ ലൂപ്പിലാണ് നമ്മൾ 24 മണിക്കൂർ ചെയ്യുക. അപ്പോൾ നമുക്ക് 47 കൺട്രീസ് ഉള്ളപ്പോൾ 47 ടെന്റ് ഉണ്ടാവും. അപ്പോൾ ആ ടെന്റിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന 2 ക്രൂ മെമ്പർ അല്ലെങ്കിൽ 3 ക്രൂ മെമ്പർ ഉണ്ടാവും. അപ്പോൾ അവരുടെ നമ്മൾ സ്റ്റേബിളിൽ നമ്മൾ സെറ്റ് ചെയ്യും നമ്മുടെ എന്താ ആവശ്യമുള്ളത്. കാരണം ഓരോ റണ്ണേഴ്സിനും ഓരോ ഇതാണ് ആവശ്യങ്ങൾ വേറെയാണ്. അപ്പോൾ നിങ്ങളുടെ റൺവേയിൽ നിന്ന് മാറിയാണോ ഈ സംവിധാനം? അല്ല, റൺവേ തന്നെയാണ്. റൺവേ തന്നെ നിൽക്കും. അപ്പം ഈ 2-3 പേര് നിൽക്കുന്നവർ നമുക്ക് എടുത്തു തരും. നമ്മളത് മേടിച്ചിട്ട് വേണം നമ്മൾ ഓടി. അതത് മേടിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കുകയല്ല, അല്ല, ഓട്ടത്തിനിടയിൽ തന്നെ കഴിക്കുക. ഓട്ടത്തിൽ തന്നെ എല്ലാം വെള്ളവും ജെല്ലും എല്ലാം കഴിക്കുന്നു. ഓക്കെ, അതൊരു വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ്. കാരണം നമുക്കത് ആലോചിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. ഈ മത്സരത്തിനിടയിൽ പെയിൻ്റെ കാര്യം ഇപ്പം എന്നോട് പറഞ്ഞല്ലോ, ശരീരത്തിന് പേശികൾക്കൊക്കെ വേദനയൊക്കെ ഉണ്ടാകും എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ മത്സര സമയത്ത് നമ്മുടെ മത്സരത്തിൻ്റെ പ്രകടനത്തെയൊക്കെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെയൊക്കെ സേവനം നമുക്ക് ആവശ്യമായിട്ട് വരും. അങ്ങനെയൊക്കെ ഈ മത്സരത്തിനിടയിൽ നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ആദ്യമൊക്കെ ഞാൻ 24 മണിക്കൂർ ചെയ്യുമ്പോഴൊക്കെ ഫിസിയോയുടെ സഹായം തേടാറുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിപ്പം ഞാൻ ഏകദേശം ഒരു 7-8-24 മണിക്കൂർ ഞാൻ ഇപ്പം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇപ്പം എനിക്ക് അതിൻ്റെ വലിയ ആവശ്യം വരാറില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഈ മാരത്തൺ എന്ന് പറയുന്നത് വളരെ സ്റ്റാമിന നമ്മളുടെ ശരീരത്തിൽ നിന്നും ആവശ്യപ്പെടുന്ന ഒരു മത്സര ഇനമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റാമിന നമുക്ക് ലഭിക്കുന്ന കൂടുതലായും ഭക്ഷണത്തിൽ നിന്നാണല്ലോ. അപ്പോൾ ഇന്ത്യയിൽ വെച്ച് പരിശീലനമൊക്കെ നടത്തി ഇന്ത്യയിലെ ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ഓടാനായിട്ട് ഫ്രാൻസിലും അല്ലെങ്കിൽ അതുപോലുള്ള രാജ്യങ്ങളിലുമൊക്കെ പോകുമ്പോൾ അതേ ഭക്ഷണം നമുക്ക് അവിടെ കിട്ടണമെന്നില്ല. അപ്പോൾ പിന്നെ ഈ പരിശീലന കാലയളവിൽ ലഭിക്കുന്ന ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ നമ്മളുടെ പ്രകടനത്തെ അത് ബാധിക്കുമോ? എങ്ങനെയാണ് അതിനെ കാണുന്നത്? എനിക്ക് സത്യമായി ബാധിച്ചില്ല. കാരണം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അത് ബാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവരെല്ലാം വെജിറ്റേറിയൻ ആയിരുന്നു, നോർത്ത് ഇന്ത്യൻസ് എല്ലാവരും. എനിക്ക് ബാധിക്കാത്ത കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ഫുഡും. അങ്ങനെ ഇന്ന ഫുഡ് എനിക്ക് വേണം എന്നുള്ള രീതിയിലല്ല ഞാൻ എപ്പോഴും. കാരണം എനിക്ക് പറയാം, കാരണം ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ, കാരണം എവിടെയെങ്കിലും ഇന്റർനാഷണൽ ഇപ്പോൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മൾ എല്ലാ ഫുഡായിട്ട് അഡ്ജസ്റ്റ് ചെയ്താലേ നമുക്ക് നടക്കുള്ളൂ. സോ അതുകൊണ്ട് എനിക്ക് വലിയ വിഷയം ഉണ്ടായിട്ടില്ല. പക്ഷേ നോർത്ത് ഇന്ത്യൻസ് ആയ അവർക്ക് എല്ലാവർക്കും നല്ല ഇഷ്യൂ ആയിരുന്നു. അവരൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ഈ ദീർഘദൂര ഓട്ടക്കാരൊക്കെ അവരുടെ പോക്കറ്റിലൊക്കെ ചില എനർജി ഡ്രിങ്കുകളൊക്കെ ഇങ്ങനെ കരുതി വെക്കാറുണ്ട്, എന്നിട്ട് ഓട്ടത്തിനിടയിൽ കുടിക്കാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ കുടിക്കാൻ സാധിക്കും? അങ്ങനെയുള്ള അനുവാദമൊക്കെ കിട്ടുമായിരുന്നോ? അതില്ലാണ്ട് നമുക്ക് ഒരിക്കലും നടക്കില്ല. ഡ്രിങ്ക് ആവശ്യമാണ്. എനർജി ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എനർജി ജെല്ലെന്ന് സംഭവമുണ്ട്. അതൊക്കെ നമ്മൾ 1 മണിക്കൂറിൽ ഏകദേശം 3-4 ഒക്കെയാണ് നമ്മൾ എടുക്കുന്നത്. 1 മണിക്കൂറിൽ 3-4 ക്യാനല്ല, ഒരു സാഷറ്റ് പോലെ സാധനം. അതൊക്കെ നമുക്കൊരു കണക്കുണ്ടാവും. ഒരു കാർബിന്റെ ഒരു കണക്കുണ്ട്, കാർബോഹൈഡ്രേറ്റിന്റെ.
അപ്പം 60 to 80 ഗ്രാം കാർബ് നമ്മുടെ ശരീരത്തിൽ കയറണം, എന്നാലേ നമുക്ക് എനർജി നിൽക്കുള്ളൂ എന്നൊരു സംഭവമുണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ പ്ലാൻ ഉണ്ടാക്കും. അത് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മുടെ ക്രൂ മെമ്പറായ ആൾക്കാർ നോക്കാറുണ്ട്, ശ്രദ്ധിക്കാൻ ആളുണ്ട്. കാരണം നമ്മൾ എങ്ങനെ നമ്മൾ ഓടുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധ വിട്ടുപോയി കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഓൾറെഡി ആൾക്കാർ ഉണ്ടായിരിക്കും. അതൊരു ഹെൽപ്പാണ്. ഫുൾ മാരത്തോൺ ഓടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ധാരാളം കാലറി, കാർബിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനത് ഓർത്ത്, കാലറി നഷ്ടമാവുമല്ലോ. അപ്പോൾ ഒരു 24 മണിക്കൂറൊക്കെ ഓടിക്കഴിയുമ്പോൾ എത്രമാത്രം കാലറിയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്നത്? എൻ്റെ ഏകദേശം ഈ പ്രാവശ്യം ഓടിയപ്പോൾ 16,000 കാലറിയാണ് എൻ്റെ നഷ്ടപ്പെട്ടത്. മൈ ഗോഡ്. അപ്പോൾ ഈ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഓട്ടത്തിനിടയിൽ സ്നാക്സ് കിട്ടും, ഡ്രിങ്ക്സ് കിട്ടും, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കിട്ടിയെന്ന് വരും. ഹെവി ഫുഡ് കിട്ടത്തില്ല. പക്ഷെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ചോർന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഹെവി കാലറിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളായിരുന്നു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്? ഇപ്പം എൻ്റെ ഒരു ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മൾ ഓടുന്നതിന് മുന്നേ നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്യാറുണ്ട്, അത് കഴിഞ്ഞിട്ടും വെയിറ്റ് ചെക്ക് ചെയ്യാറുണ്ട്. പക്ഷെ ഓടുന്നതിന് മുന്നേ എൻ്റെ 63 ഓടി കഴിഞ്ഞപ്പോഴും എൻ്റെ 63 തന്നെയായിരുന്നു. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശം വെച്ചാൽ ഇപ്പം എൻ്റെ 16,000 കാലറി എൻ്റെ ബേൺ ആയിട്ടുണ്ടെങ്കിൽ അതേപോലെ ഞാൻ കഴിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് അത്രയും വെയിറ്റ് നിൽക്കുന്നത് അല്ലേ? ഇല്ലെങ്കിൽ എന്തായാലും ആ കാലറി ഇത്രയും ബേൺ ആയി കഴിഞ്ഞാൽ വെയിറ്റ് ടക്കനെ റെഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ 24 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് ഓടുമ്പം തുടക്കത്തിൽ ചുറ്റിലും ആളുകളൊക്കെ ഉണ്ടാവും. കുറേ ദൂരം പോയി കഴിയുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാവുമല്ലോ. ചില സ്ഥലങ്ങളിലൊക്കെ ഏകാന്തമായിട്ടൊക്കെ ഓടേണ്ടി വരുമല്ലോ. അപ്പം മനസ്സ് കാര്യമാക്കിയിട്ട് ഓടാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മുടെ മനസ്സിൽ ചില പലതരത്തിലുള്ള ചിന്തകളൊക്കെ വരാറുണ്ട്. അപ്പം ജീനോയെ സംബന്ധിച്ച് ഇങ്ങനെ ഓട്ടമൊക്കെ തുടങ്ങി ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ആകുമ്പോഴേ എന്തായിരിക്കും മനസ്സിലേക്ക് കയറി വരുന്ന ചിന്തകൾ? ഇതിലൊന്നും ഞാൻ ചിന്തിക്കാറില്ല. ഇത് എൻ്റെ കിലോമീറ്റർ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ, പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കാർബിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ, അത് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ. അല്ലാണ്ട് ബാക്കിയൊന്നും മറ്റു ചിന്തകൾ വരാൻ സമ്മതിക്കത്തില്ല. വരത്തില്ല. കാരണം നമ്മൾ ഒരു റേസ് ചെയ്യുകയാണ്. അപ്പോൾ ആ റേസിൽ നമുക്ക് മെയിൻ സാധനം ഇതാണ്, എത്ര കിലോമീറ്റർ ആയി, എത്ര മണിക്കൂറായി, പിന്നെ എത്ര കാർബ് ഞാൻ ഇൻടേക്ക് ചെയ്തു. ഇത് മാത്രമേ മാക്സിമം വരാറുള്ളൂ, അല്ലാണ്ട് വലിയ ഇത് വരാറില്ല. ജിനോ, നമുക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലേ? അത് സ്പോർട്സിലാണെങ്കിലും ആർട്സിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും നമ്മൾ അത് ചെയ്തേ പറ്റത്തുള്ളൂ. അത് രണ്ടും കൂടി ഒരുമിച്ച് നമുക്ക് കിട്ടില്ല. ചിലത് നഷ്ടപ്പെടുത്തുമ്പോഴാണ് മറ്റു ചിലത് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു അച്ചീവ്മെൻറ്റ് നേടാനായിട്ടുള്ള പരിശ്രമത്തിനിടയിൽ തീർച്ചയായിട്ടും ജിനോയ്ക്ക് ജീവിതത്തിൽ പല കാര്യങ്ങളും മിസ്സാകുന്നുണ്ടായിരിക്കും. ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോബികൾ, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ടായിരിക്കുമല്ലോ ഇത് നേടിയത്. അങ്ങനെ എന്തെങ്കിലും മനസ്സിന് ബുദ്ധിമുട്ടുള്ള അല്ലെ സങ്കടം വരുന്ന എന്തെങ്കിലും ഒരു നഷ്ടപ്പെടുത്തൽ ചെയ്തതായിട്ട് പറയാനുണ്ടോ? ഇപ്പം 5 വർഷം ഞാൻ ഈ റണ്ണിങ് തുടങ്ങിയതിന് ശേഷം നാട്ടിൽ വരവ് ഭയങ്കര കുറഞ്ഞിട്ടുണ്ട്. ബന്ധം ഞാൻ നാട്ടിൽ വരാറേ ഇല്ല വലിയ. ഞാൻ ഒരു വർഷത്തിൽ മാക്സിമം പോയാൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം മാത്രമേ വരാറുള്ളൂ. കാരണം എൻ്റെ ഫിറ്റ്നസ് പോകുന്നുള്ള പേടിയാണ്. കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ അത് എഫക്ട് ചെയ്യാറുണ്ട്. ഒന്നേന്ന് തുടങ്ങണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ 2 ആഴ്ച ഞാൻ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ആ ഫിറ്റ്നസ്സിലോട്ട് വരണമെങ്കിൽ ഒരു 4 ആഴ്ച എടുക്കാറുണ്ട്. പിന്നെ അതൊരെണ്ണം. പിന്നെ ഫ്രണ്ട്സൊക്കെ ഇഷ്ടം പോലെ, ഇപ്പൊ ഞാൻ ട്രെയിനിങ് ടൈമിലൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇഷ്ടം പോലെ രാത്രി വിളിക്കും. എല്ലാവരും മാക്സിമം രാത്രിയാണ് ഫ്രീ ആവാറ്. പക്ഷെ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. ഞാൻ എടുക്കാറില്ല കോള്. കാരണം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ കോള് പോകും. അപ്പൊ പിന്നെ ഉറക്കം ബാധിക്കും. അങ്ങനെ അത് എനിക്ക് ഒരുപാട് മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അച്ചീവ്മെന്റുകൾക്കായിട്ട് ചില നഷ്ടപ്പെടുത്തലുകൾ സങ്കടത്തോടെ ആണെങ്കിൽ പോലും നമ്മൾ സഹിക്കേണ്ടി വരുന്നു. ഓക്കെ, ജിനോയ്ക്ക് ഇപ്പോൾ ചെയ്യുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് മേലധികാരികളുണ്ട്. അവർക്ക് ജിനോയുടെ ഈ പ്രകടനത്തിൽ അവരുടെ സപ്പോർട്ട് എങ്ങനെയാണ്? അവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ നമ്മളെ സ്പെയർ ചെയ്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെ ചെയ്യാനാണ്? കാരണം ഇത്രയും മണിക്കൂർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയും മണിക്കൂർ ചെയ്യണമെങ്കിൽ സ്പെയർ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ അവരുടെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് പറ്റില്ല. ഓക്കെ, നല്ല മേലധികാരികൾക്ക് നമുക്ക് നന്ദി പറയാം അല്ലേ? അപ്പോൾ ഞാൻ സ്വകാര്യമായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അത് ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ഒരു ഉത്തരം ജിനോയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമ്മുടെ ശരീരത്തിൽ നിന്നും വളരെ ഊർജം നഷ്ടമാകുന്ന ഒരു മത്സരത്തിലാണ് ജിനോ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ മത്സര സമയത്തേക്ക് ജിനോയുടെ മനസ്സിനെ ഞാനത് കൊണ്ടുവരികയാണ്. മത്സരം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു. ഫ്ലാഗ് ഓഫ് ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റും 100 കണക്കിന് ആളുകളുടെ ആരവങ്ങളുണ്ട്, കയ്യടികളുണ്ട്, പ്രോത്സാഹന വാക്കുകളുണ്ട് അല്ലേ? അങ്ങനെ നമ്മൾ മത്സരം തുടങ്ങുന്നു. അങ്ങനെ വളരെ ഊർജ്ജത്തോടെ നമ്മൾ ഓടുന്നു. ഓട്ടം തുടർന്ന് 1 മണിക്കൂറായി, 2 മണിക്കൂറായി, 3 മണിക്കൂറായി. ഇങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ ജിനോ ഒറ്റയ്ക്കാവുന്നുണ്ട് അല്ലേ? ഏകാന്തത വരുന്നില്ല. അല്ലാതെ കൂടെ എപ്പോഴും ഒന്നും ആരുണ്ടാവില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ
നമ്മുടെ ശരീരം മനസ്സ് നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. അതായത് ശരീരത്തിലെ കൈകാലുകൾക്ക് പേശികൾക്കൊക്കെ വലിഞ്ഞു മുറുകിയുള്ള വേദന തുടങ്ങിയിട്ടുണ്ട്, വയറ്റിൽ അസ്വസ്ഥതയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം മനസ്സ് പറയുന്നു, ജിനോ നിർത്ത്, നമുക്ക് ഇനിയുണ്ടല്ലോ മാരത്തോൺ ഇഷ്ടം പോലെ, നമുക്ക് ഓടാം, ഇത് നിർത്ത്, എനിക്ക് വയ്യ, എന്നെ കൊണ്ട് ഓടാൻ വയ്യ എന്ന് മനസ്സ് പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ളൊരു അനുഭവം വല്ലതും നിർത്തിയേക്കാം, നമുക്കിനി അടുത്ത പ്രാവശ്യം പിടിക്കാം, ഇത് വിടാം, എങ്ങനെ തോന്നുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? തോന്നലല്ല, എല്ലാ പ്രാവശ്യവും 24 മണിക്കൂർ ഞാൻ എപ്പോഴൊക്കെ ചെയ്തിട്ടുണ്ടോ അത് എൻ്റെ മനസ്സിന് തോന്നിയിട്ടുള്ള കാര്യമാണ്, റിയാലിറ്റിയാണ്. പക്ഷെ അതിനെ നമ്മൾ ക്രോസ് ചെയ്യാന്നാണ് സംഭവം. ഒരു പ്രാവശ്യം എങ്ങാനും നമ്മൾ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രോസ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി നമുക്ക് ഭയങ്കര. പക്ഷെ നമ്മളിപ്പോൾ ഓടുമ്പോൾ തന്നെ 1-2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്ക് പെയിൻ തുടങ്ങും. പക്ഷെ ആ പെയിൻ നമ്മൾ സഹിച്ച് ഓവർകം ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ തളർത്തും. അതാണ് അവസ്ഥ. അപ്പോൾ ഈ മെൻ്റൽ ഹെൽത്തിനായിട്ട് എന്താ ചെയ്യുന്നത്? നമ്മൾ വന്ന വഴികൾ, സ്ട്രഗിൾ എന്തായിരുന്നു നമ്മളൊന്ന് റിമെമ്പർ ചെയ്യും, അതിനെ ഓവർകം ചെയ്യണം എന്നുള്ള മെൻറ്റാലിറ്റിയിലാണ് എൻ്റെ വഴി ഞാൻ അങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്. അല്ല, അത് ജിനോ അത് പറയുമ്പോൾ അത് ആധികാരികമായിട്ട് തന്നെ ഏറ്റെടുക്കേണ്ടതായ ഒരു ആവശ്യം ഈ പൊതുസമൂഹത്തിനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇരുന്ന് ഡയലോഗ് അടിക്കുകയല്ലല്ലോ, തെളിയിച്ച് കാണിച്ചിട്ട് പറയുകയല്ലേ. അതുകൊണ്ട് തന്നെ ആ വാക്കുകൾക്ക് ഞാൻ അധികമായ വില തരികയാണ്. ഇനി അടുത്ത മത്സരം എവിടെ വെച്ചാണ്? എന്താണ് അതിൻ്റെ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ? അടുത്ത് ഇപ്പം 100 കിലോമീറ്റർ ഏഷ്യ ഓഷ്യൻ നടക്കുന്നുണ്ട് തായ്ലാൻഡിൽ, നവംബർ 22 അത് അതിൻ്റെ ഉള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കുള്ളത് 24 മണിക്കൂർ ഏഷ്യ ഓഷ്യനാണ്, അത് ജപ്പാനിൽ വെച്ചിട്ടാണ്. അപ്പം ഇത് രണ്ടും ആണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. സാധാരണ ഇൻ്റർവ്യൂകളിൽ കാണുന്ന ഒരു ക്ലീഷേ ഡയലോഗുണ്ട്. അതായത് ഏതെങ്കിലുമൊക്കെ ഒരു രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളതെന്ന്. ഞാൻ അങ്ങനെയല്ല ചോദിക്കുന്നത്. ഏതായാലും ഈ ഇൻ്റർവ്യൂ കാണുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് എനിക്കൊരു മാരത്തൺ ഓട്ടക്കാരനാകണം എന്ന ഒരു ആഗ്രഹം തോന്നുന്നെങ്കിൽ അവനോട് അല്ലെങ്കിൽ അവളോട് ഈ രംഗത്ത് മികവ് തെളിയിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ജിനോയ്ക്ക് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഈ 24 മണിക്കൂർ ചെയ്യുന്നത് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. കാരണം ബിയോണ്ട് ലിമിറ്റ് എന്ന സാധനമാണ്. കാരണം വേദനകളിലൂടെയാണ് ഞാനൊക്കെ ചെയ്യുന്നത്. പറയാനുള്ളതെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ ഫീൽഡാണ് ഇഷ്ടം. അപ്പം അവരുടെ ഇഷ്ടമുള്ള ഫീൽഡിൽ അവർക്ക് വേണമെങ്കിൽ സൂപ്പറായിട്ട് എക്സൽ ചെയ്യാൻ പറ്റും. കാരണം ഒരിക്കലും ലിമിറ്റ് നമ്മൾ വെക്കരുത്. ലിമിറ്റ് വെച്ചാലാണ് നമ്മളെല്ലാവരും തളർന്നു പോകുന്നത്. ആ ലിമിറ്റ് നമ്മൾ ക്രോസ് ചെയ്യണം, എന്നാലേ നമുക്കത് എക്സൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ വിചാരം എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തതിൽ എല്ലാവർക്കും അത് ഒരു മോട്ടിവേഷൻ ആവുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പോൾ ഈ മാരത്തോൺ രംഗത്തേക്ക്, ഓട്ടമത്സര രംഗത്തേക്ക് എത്താൻ താല്പര്യമുള്ള കുട്ടികളാരെങ്കിലും ഒരു സഹായം അപേക്ഷിച്ചാൽ, സഹായം എന്ന് വെച്ചാൽ സാമ്പത്തിക സഹായമല്ല ഉദ്ദേശിച്ചത്, ടെക്നിക്കലി അവർക്ക് സാങ്കേതിക കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരവസരം കിട്ടിയാൽ അത് ജിനോ ചെയ്യുമോ? ഷുവറായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് തോൽവിയിലൂടെയാണ് ഞാൻ എത്തിയത്. അപ്പോൾ ഇപ്പോഴത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു തോൽവിയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നിർത്തി പോവാറാണ് ചെയ്യാറ്. പക്ഷെ അങ്ങനെയല്ല, അത് തോൽവിയിൽ നിന്നാണ് നമ്മൾ പഠിക്കാൻ. അപ്പം ആര് വന്നാലും ഞാൻ അത് സഹായിക്കാൻ എപ്പോഴും റെഡിയാണ്. ഏതായാലും ജിനോയെ തേടി ഇനിയും ധാരാളം ദൂരങ്ങൾ കീഴടക്കാനുള്ള, ഉയരങ്ങൾ കീഴടക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും മുന്നിലുണ്ട്. ഏതായാലും ഈ മനക്കരുത്ത് തുടരുക. ചങ്ങനാശ്ശേരിയുടെ യശസ് ഉയർത്തുവാൻ ഇനിയും ജിനോയെ കൊണ്ട് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ജിനോയെ പരിചയപ്പെടാൻ കഴിഞ്ഞതും ചങ്ങനാശ്ശേരിക്കാർക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞതും എൻ്റെ ഒരു അഭിമാനകാര്യമായിട്ട് തന്നെ ഞാനും കരുതുകയാണ്. ഏതായാലും ജിനോ തുടരുക, ഇനിയും ഇവിടെ വരണം, ഇനിയും കൂടുതൽ ഉയരങ്ങൾ കീഴടക്കിയിട്ട് വീണ്ടും ഒരു എപ്പിസോഡ് ചെയ്യാനായി ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്. പ്രിയമുള്ള ചങ്ങനാശ്ശേരിക്കാരെ, മാരത്തോൺ മത്സരങ്ങളിൽ ലോകത്തിൻ്റെ നെറുകയിൽ ഒരു ചങ്ങനാശ്ശേരിക്കാരൻ വെന്നിക്കൊടി പാറിച്ചു എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും ഒരുപോലെ അഭിമാനമുള്ള കാര്യമാണ്. ചങ്ങനാശ്ശേരിക്കാർക്ക് വേണ്ടി ഞാൻ ജിനോയെ അകമഴിഞ്ഞ് ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഇത്രയും വലിയൊരു നേട്ടം കൊയ്തിട്ടും പത്രമാധ്യമങ്ങളോ ചാനലുകളോ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ഇതുവരെ ചെന്നിട്ടില്ല. കാരണം എന്താണെന്ന് എനിക്കും അറിയില്ല. എല്ലാ ചങ്ങനാശ്ശേരിക്കാരുടെയും അഭിമാനമായി ജിനോ ആന്റണി ഇനിയും ഉയരങ്ങൾ കീഴടക്കട്ടെ. നന്ദി, നമസ്കാരം.